ശ്രീ പി പി സുമോദ്. സർ, പാരമ്പര്യ ഊർജ സ്രോതസ്സുകളിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ഏതൊക്കെ തരത്തിലുള്ള നവീന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനാണ് സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത്? പാരമ്പര്യ രീതിയിലാണ് സർ. സോളാർ വെച്ചപ്പോൾ പകൽ സമയത്ത് മിച്ചം കിട്ടുന്നുണ്ട്, വൈകിട്ട് പീക്ക് സമയത്താണ് ഇല്ലാത്തത്. അതിനിപ്പോൾ പമ്പ് സ്റ്റോറേജ് വെക്കാനുള്ള വലിയൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതിൽ നവീന സാങ്കേതിക ഉപയോഗപ്പെടുത്തി ഉൽപ്പാദനം മെച്ചപ്പെടുത്തുന്നതിനും വൈദ്യുതി നഷ്ടം ഒഴിവാക്കുന്നതിനും ലക്ഷ്യമിട്ട് ബാറ്ററി സ്റ്റോറേജ്, എനർജി സ്റ്റോറേജ് സിസ്റ്റം മുതലായ വിവിധ പദ്ധതികൾ പരിഗണനയിലുണ്ട്. 2017 കാലഘട്ടത്തിൽ ഗ്രിഡ് കണക്റ്റഡ് സോളാർ പവർ പ്ലാന്റുകളുടെ എണ്ണം വർദ്ധിച്ചതിനെ തുടർന്ന് പകൽ സമയത്ത് സൗരോർജ്ജം മൂലം അധിക വൈദ്യുതി ഉൽപ്പാദനവും രാത്രികാലങ്ങളിൽ ലഭ്യതക്കുറവും അനുഭവപ്പെടുന്ന സാഹചര്യം ഭാവിയിൽ സ്ഥിരമായി ബാധിക്കുമെന്ന് നിരീക്ഷകർ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോറേജ് സംവിധാനങ്ങളുടെ ആവശ്യകത പ്രധാന വിഷയമായി മാറുകയും കേരളത്തിന് ഏറ്റവും അനുയോജ്യമായ പമ്പ്ഡ് സ്റ്റോറേജ് ജലവൈദ്യുത പദ്ധതികൾ നടപ്പാക്കാനുള്ള സാധ്യതകൾ EMC പരിശോധിക്കുകയും ചെയ്തു. പ്രാരംഭ പ്രവർത്തനം എന്ന നിലയിൽ പമ്പ്ഡ് സ്റ്റോറേജ് വൈദ്യുതി പദ്ധതികളുടെ വിവിധ സാമ്പത്തിക പരിസ്ഥിതി വശങ്ങളും വെല്ലുവിളികളും ചർച്ച ചെയ്യുന്നതിനായി എനർജി മാനേജ്മെൻറ്റ് സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ KSEBL, അനർട്ട് തുടങ്ങിയവരുടെ സഹകരണത്തോടെ ഫെബ്രുവരി 8-9 ദേശീയ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. സാർ, ഇത് മേശപ്പുറത്ത്. സർ, PSP പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായി നീക്കിവെച്ച തുകയുടെ വിശദാംശങ്ങൾ വ്യക്തമാണ്. PSP പദ്ധതികൾ സാർ, അത് പരമാവധി ശ്രമിക്കുക സാർ.